നമ്മളിന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസർ കേരള PSCയുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിൻ്റെ സിലബസ് ബേസ്ഡ് MCQ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒട്ടും സമയമില്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും നോക്കിയിട്ട് പോകാൻ പറ്റുമെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും എക്സാമിന്. അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഇത് ഒരു റിവിഷൻ പോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നത്, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നത് വളരെയധികം ഉപകാരമായിരിക്കും. സോ നിങ്ങൾക്കിത് ഉപകാരപ്രദമാകും ഈ വീഡിയോസ് എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. What is the primary purpose of pasteurization in food preservation? Option A, to increase flavor. Option B, to destroy harmful microorganisms. Option C, to improve color. Option D, to retain nutrients. Obviously answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ടു ഡിസ്ട്രോയ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസംസ് ആണ്. Pasteurization uses heat to reduce the number of pathogens and spoilage microorganisms, thus which ensure the food safety without significantly affecting the taste and texture. ഫുഡ് പ്രിസർവേഷൻ്റെ വളരെ ഉപകാരപ്രദമായ ഒരു മെത്തേഡാണ് പാസ്ചറൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ടെമ്പറേച്ചർ റേഞ്ച് ഡസ് പാസ്ചറൈസേഷൻ ടിപ്പിക്കലി ഒക്കർ? ഓപ്ഷൻ എ 30 to 40 degrees Celsius. ഓപ്ഷൻ ബി 60 to 85 degrees Celsius. ഓപ്ഷൻ സി 100 to 120 degrees Celsius. ഓപ്ഷൻ ഡി 150 to 200 degrees Celsius. ആൻസർ ഓപ്ഷൻ ബി 60 to 85 degrees Celsius ആണ്. പാസ്ചറൈസേഷൻ മെയിൻലി മോഡറേറ്റ് ടെമ്പറേച്ചറിൽ 60 to 85 degrees Celsiusലാണ് നടത്തുന്നത്, ടു കിൽ മൈക്രോ ഓർഗാനിസംസ് വിതൗട്ട് അഫക്റ്റിംഗ് ദ ഫുഡ് ക്വാളിറ്റി. മെയിൻലി 72 degrees Celsius 15 seconds ഒക്കെയാണ് മെയിനായിട്ട് പാസ്ചറൈസേഷൻ വരുന്ന ടെമ്പറേച്ചർ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കാനിങ് ആസ് എ ഹീറ്റ് പ്രോസസ്സിംഗ് മെത്തേഡ്? ഓപ്ഷൻ എ, ടു ഇംപ്രൂവ് ഫ്ലേവർ. ഓപ്ഷൻ ബി, ടു പ്രിസർവ് ദ ടെക്സ്ചർ ഓഫ് ഫുഡ്. ഓപ്ഷൻ സി, ടു കിൽ മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ക്രിയേറ്റ് എ വാക്വം സീൽ. ഓപ്ഷൻ ഡി, ടു ആഡ് ന്യൂട്രിയൻസ്. Answer option C, to kill microorganisms and create a vacuum seal. Canning uses heat to destroy microorganisms and then seals the container, preventing from recontamination. Which of the following is the primary method used to preserve food for long-term storage by removing water? Option A, freezing. Option B, dehydration. Option C, pasteurization. Option D, canning. Answer option D, dehydration. ഡിഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഫുഡിലെ മോയ്സ്ചർ റിമൂവ് ചെയ്യുന്ന ഇതാണ്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഫ്രീസിങ് ആണെന്ന് ചെറിയ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് ടെൻഷനിലൊക്കെ. പക്ഷെ ഡീഹൈഡ്രേഷൻ ആണ് ആൻസർ. ഡീഹൈഡ്രേഷൻ റിമൂവ്സ് മോയ്സ്ചർ ഫ്രം ഫുഡ്, പ്രിവെൻറ്റിംഗ് മൈക്രോബിയൽ ഗ്രോത്ത് ആൻഡ് എക്സ്റ്റെൻഡിങ് ഷെൽഫ് ലൈഫ്. വിച്ച് പ്രിസർവേഷൻ മെത്തേഡ് ഇൻവോൾവ്സ് ലോവറിംഗ് ദ ടെമ്പറേച്ചർ ടു പ്രിവെൻറ്റ് മൈക്രോബിയൽ ഗ്രോത്ത്? ഓപ്ഷൻ എ, ഫ്രീസ് ഡ്രൈയിങ്. ഓപ്ഷൻ ബി, ഫ്രീസിങ്. ഓപ്ഷൻ സി, മൈക്രോവേവ് പ്രോസസ്സിംഗ്. ഓപ്ഷൻ ഡി, കാനിങ്. ഓപ്ഷൻ ബി, ഫ്രീസിങ് ആണ് ആൻസർ. ഫ്രീസ് ഡ്രൈയിങ് ആണെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരാം. ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുമ്പം അതിന് ചില പ്രോസസ്സ് കൂടെ കൂടുതലുണ്ട്. ഫ്രീസിങ് ആണ് കറക്റ്റ് ഓപ്ഷൻ, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. വിച്ച് പ്രിസർവേഷൻ ടെക്നിക് മെയിൻറ്റെയിൻസ് ഫുഡ് സ്ട്രക്ചർ ആൻഡ് ഫ്ലേവർ ബൈ ഫ്രീസിങ് ഇറ്റ് റാപ്പിഡ്ലി ആൻഡ് റിമൂവിങ് വാട്ടർ ത്രൂ സബ്ലിമേഷൻ? ഓപ്ഷൻ എ, ഫ്രീസിങ്. ഓപ്ഷൻ ബി, കാനിങ്. ഓപ്ഷൻ സി, ഫ്രീസ് ഡ്രൈയിങ്. ഓപ്ഷൻ ഡി, ഡീഹൈഡ്രേഷൻ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഫ്രീസ് ഡ്രൈയിങ് കേട്ടോ. Which of the following is the main benefit of fermentation as a preservation method? Option A, to kill harmful bacteria. Option B, to increase the nutritional value and flavor. Option C, to add preservatives. Option D, to improve color. Answer option B, to increase nutritional value and flavor. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രിസർവേഷൻ മെത്തേഡിൽ ഫെർമെൻറ്റേഷൻ്റെ ബെനിഫിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കിൽ ഹാംഫുൾ ബാക്ടീരിയ എന്നുള്ളതല്ല, ഇൻക്രീസ് ന്യൂട്രീഷണൽ വാല്യൂ ആൻഡ് ഫ്ലേവർ ആണ് അഡീഷണൽ ബെനിഫിറ്റ് ഒക്കോറിങ് ഓൺ ഫെർമെൻറ്റേഷൻ. അത് സ്പോയിലേജിൽ നിന്ന് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ അറ്റാക്കിൽ നിന്ന് ഫുഡിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫെർമെൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്, അല്ലാതെ ബാക്ടീരിയാസിനെ കില്ല് ചെയ്യാൻ വേണ്ടി അല്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ഫെർമെൻറ്റേഷൻ എങ്ങനെ സ്പോയിലേജിനെ തടയുന്നത്? ഫെർമെൻറ്റേഷൻ ബാക്ടീരിയസിനെ, നല്ല ബാക്ടീരിയാസിനെ, നമുക്ക് ആവശ്യമുള്ള ഗട്ട് ബാക്ടീരിയാസിനെയൊക്കെ ഒക്കെ ലെവൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ഫെർമെൻറ്റേഷൻ ഒരു പ്രിസർവേഷൻ മെത്തേഡ് ആവുന്നത് തന്നെ. സോ ഓപ്ഷൻ എ അല്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് കെമിക്കൽ പ്രിസർവേറ്റീവ് ഇൻ ദ ഫുഡ് ഇൻഡസ്ട്രി? ഓപ്ഷൻ എ, സോൾട്ട്. ഓപ്ഷൻ ബി, സോഡിയം ബെൻസോയേറ്റ്. ഓപ്ഷൻ സി, വിനെഗർ. ഓപ്ഷൻ ഡി, നൈട്രൈറ്റ്സ്. ആൻസർ ഓപ്ഷൻ ബി, സോഡിയം ബെൻസോയേറ്റ് ആണ്. ഇതെല്ലാം തന്നെ ഫുഡ് പ്രിസർവേറ്റീവ്സ് ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ സോഡിയം ബെൻസോയേറ്റ് ആണ്. എപ്പോഴും നമ്മൾ കറക്റ്റ് ആൻസറിനെക്കാട്ടിലും കൂടുതൽ ഓപ്ഷനിൽ ഓൾ ഓഫ് ദ എബോവ് ഒന്നും ഇല്ലെങ്കിൽ
കറക്റ്റ് ആൻസറിനെക്കാട്ടിലും കൂടുതൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസറാണ് MCQസിൽ നിന്ന് ചൂസ് ചെയ്യേണ്ടത്. Aseptic preservation involves option A freezing food to preserve it, option B treating food to remove microorganisms and then packaging it in a sterile environment, option C using preservatives to extend shelf life, option D boiling food in a sealed container. Answer option B treating food to remove microorganisms and then പാക്കേജിങ് ഇറ്റ് ഇൻ എ സ്റ്റെറൈൽ എൻവയോൺമെൻറ്റ്. അസെപ്റ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസും മൈക്രോ ഓർഗാനിസംസും ഒന്നും അവൈലബിൾ അല്ലാത്ത കണ്ടീഷൻസിനെയാണ് നമ്മൾ അസെപ്റ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. അസെപ്റ്റിക് പ്രിസർവേഷൻ ഇൻവോൾവ് സ്റ്റെറിലൈസിങ് ഫുഡ് ആൻഡ് പാക്കേജിങ് ഇറ്റ് ഇൻ എ സ്റ്റെറൈൽ കണ്ടെയ്നർ ടു പ്രിവെൻറ്റ് റീകണ്ടാമിനേഷൻ. വീണ്ടും കണ്ടാമിനേഷൻ ആവുന്നതിൽ നിന്ന് ആ സ്റ്റെറൈൽ കണ്ടെയ്നർ പാക്കേജിങ് ഫുഡിനെ സംരക്ഷിക്കും. What is the primary concept behind Hurdle technology in food preservation? Option A using one preservation method for extended shelf life, B combining multiple preservation techniques to prevent microbial growth, C freezing food at very low temperatures, D increasing food temperature rapidly. Answer B combining multiple preservation techniques to prevent microbial growth. Hurdle technology uses a combination of techniques to create multiple barriers to microbial growth, like example heat, salt, pH adjustment, etc. Thank you.